ഹായ് ഓൾ, വെൽക്കം ടു വൺസ് K2 2024 സ്കീമിലെ സെമസ്റ്റർ 5-ലെ മെഷീൻ ലേണിംഗ് എന്ന സബ്ജക്റ്റിന്റെ മോഡ്യൂൾ 1-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, അതേപോലെ കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെന്റ് ലേണിംഗ് ടൈപ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലൂടെ ഒരു ക്യുമുലേറ്റീവ് റിവാർഡ് നമ്മൾ ജനറേറ്റ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ബ്രാഞ്ച് ഓഫ് മെഷീൻ ലേണിംഗ് ദാറ്റ് ഫോക്കസസ് ഓൺ ഹൗ ഏജന്റ് ക്യാൻ ലേൺ ടു മേക്ക് ഡിസിഷൻ ത്രൂ ട്രയൽ ആൻഡ് എറർ ടു മാക്സിമൈസ് ക്യുമുലേറ്റീവ് റിവാർഡ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ക്യുമുലേറ്റീവ് റിവാർഡ് നമുക്ക് നോക്കാം. ശരിക്കും ഈ ക്യുമുലേറ്റീവ് റിവാർഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. അതായത് ഇവിടെ ഈ പറയുന്ന പിക്ചറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട് ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എൻവിയോൺമെന്റ് ഉണ്ട്, പിന്നെ ഒരു ഏജന്റും ഉണ്ട്. അതായത് ഇവിടെ ചെയ്യുന്നത് ഈ ഏജന്റിന്റെ ഓരോ മൂവ്മെന്റും എന്ന് പറയുന്നത് ഓരോ ക്യുമുലേറ്റീവ് റിവാർഡ് വെച്ചിട്ടാണ്. അതായത് ഏജന്റിന്റെ മൂവ്മെന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവാർഡ് കൊടുക്കും. ഇനി ഏജന്റിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ ഒരു പെനാൽറ്റി കൊടുക്കും. ഓക്കെ, അപ്പൊ ആ ഡയറക്ഷനെ ബേസ് ചെയ്ത് റിവാർഡും അതേപോലെ പെനാൽറ്റിയും കൊടുത്തുകൊണ്ട് നമ്മളൊരു മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ഡോഗിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്, അതിൽ നമ്മളൊരു ബോൾ എറിയുമ്പോൾ നമ്മുടെ ഡോഗ് കറക്റ്റായിട്ട് പോയി ആ ബോളിനെ പിക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ കൊണ്ടു തരണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ, പെട്ടെന്ന് ഒരു ദിവസം ബോൾ എറിഞ്ഞു കൊടുത്താൽ അത് എടുത്തോണ്ട് തരണം എന്നുണ്ടോ? അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം അല്ലെ. അത് ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഡോഗ് കറക്റ്റ് ആയിട്ട് പോയി അത് എടുക്കാനുള്ള ചാൻസും ഉണ്ട്. എടുത്ത് നമ്മുടെ കൈ തരുവാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ബിസ്ക്കറ്റ് അതിന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ബോൾ എറിയും. അപ്പൊ അത് വേറെ ഏതെങ്കിലും വഴിക്ക് പോവുകയാണെങ്കിൽ ഒരു കുഞ്ഞടി വെച്ച് കൊടുക്കും. അപ്പോൾ അതൊരു പെനാൽറ്റിയാണ്. ആദ്യം കൊടുത്തത് റിവാർഡാണ്. അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്താണ് ഈ പറയുന്ന രീതിയിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. ഒരു ബോൾ എറിയുമ്പോൾ തന്നെ അത് എടുത്തുകൊണ്ട് വരാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത് ഈ പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ റിവാർഡും കൊടുക്കും, പെനാൽറ്റിയും കൊടുക്കും. ഓക്കെ, അപ്പോൾ അതേ പ്രോസസ്സ് ഇവിടെ ആലോചിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഇവിടെ വേറെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഈ ഒരു ഫിഗറിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു എൻവയോൺമെന്റ് കാണുന്നുണ്ട് അല്ലെ, ഏജന്റ് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താന്നുള്ളത് നോക്കാം. ഇൻപുട്ട് ഡേറ്റ ഉണ്ട്. ഇൻപുട്ട് ഡേറ്റ റോ ഡേറ്റ ആണ്, പ്രോസസ് ചെയ്യാത്ത ഡേറ്റ ആണ്. ഡേറ്റനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിൽ അവിടെ ഒരു എൻവയോൺമെന്റും ഒരു ഏജന്റും ഉണ്ട്. ഇനി നെക്സ്റ്റ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന എക്സാമ്പിളും കൂടി നോക്കാം. ഈ എക്സാമ്പിളില് നമുക്ക് നോക്കാനുള്ളത് എൻവയോൺമെന്റ് നമ്മൾ കണ്ടില്ലേ ആ പിക്ചറിൽ. എന്താ എൻവയോൺമെന്റ്? എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല് എനിത്തിങ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ് സച്ച് ആസ് റൂം, മെയ്സ്, ഗ്രൗണ്ട് എക്സെട്ര. ഇത് ഈ നടക്കുന്ന പ്രോസസ്സ് നടക്കുന്ന പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഏജന്റ് ഉണ്ട്. ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു AI റോബോട്ട് ഉണ്ട്. AI റോബോട്ടാണ് ഏജന്റ്. ഇതെന്താ പ്രോബ്ലം എന്നുള്ളത് പറയാം. അതായത് ഇവിടെ നോക്കിക്കേ, ഈ ഫിഗറിൽ S1 മുതൽ S12 വരെയുള്ള കുറെ ബ്ലോക്കുകൾ ഉണ്ട്. ഇവിടെ ഒരു AI റോബോട്ട് ഉണ്ട്. ഈ S4 ഇരിക്കുന്ന എന്താ, ഒരു ഡയമണ്ട് ആണ്. പിന്നെ ഇടയ്ക്ക് S6 ഒരു വാളുണ്ട്. ഇതേപോലെ S8 ഒരു ഫയർ പിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ AI റോബോട്ട്, S9 ഇരിക്കുന്ന AI റോബോട്ട് വളരെ ഫ്രീ ആയി പോയി S4 ഡയമണ്ടിനെ പിക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ മെയ്സ് ആണ്. ഇതാണ് നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എൻവയോൺമെന്റ് എന്ന് പറയുന്ന റൂമോ മെയ്സോ ഗ്രൗണ്ടോ എന്ത് വേണേലും ആവാം. അപ്പൊ എൻവയോൺമെന്റ്, ഇതാണ് നമ്മുടെ എൻവയോൺമെന്റ്. ഇവിടെ ഏജന്റ് എന്ന് പറയുന്നത് നമ്മുടെ AI റോബോട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം എങ്ങനെയാണ് നമ്മൾ റിവാർഡൊക്കെ കൊടുത്തിട്ട് ഈ പറയുന്ന ഡയമണ്ടിനെ പോയി എടുക്കുന്നത്. ഈ AI റോബോട്ടിനെ എങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കാം. S9 നിന്ന് ഈ AI റോബോട്ടിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നറിയോ? അതായത് അപ്വേർഡ് പോവും, ഡൗൺവേർഡ് പോവും, ലെഫ്റ്റ് പോകും, റൈറ്റ് പോകും. ഓക്കെ,
അപ്പൊ പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു +1 പോയിന്റ് റിവാർഡ് ആയിട്ട് കിട്ടും. പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു -1 പോയിന്റ് റിവാർഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ റിവാർഡ് അല്ല, അത് പെനാൽറ്റി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചാണ് S4 വരെ എത്തുന്നത് നമ്മൾ. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഓരോന്നിലേക്ക് പോകുമ്പോഴും ഇവിടുന്ന് S9 നിന്ന് S5 പോകുന്നത്. ഡയറക്ഷൻ അവിടെ പ്രശ്നമൊന്നുമില്ല, അവിടെ അതായത് വാളോ അല്ലെ ഫയർ പിറ്റോ അങ്ങനെ അപകടങ്ങളൊന്നുമില്ല, കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര റിവാർഡ് കൊടുക്കും? +1 എന്ന് പറയുന്ന ഒരു റിവാർഡ് കൊടുക്കും. അപ്പോൾ റോബോട്ടിന് മനസ്സിലായി ഞാൻ പോകുന്ന വഴി കറക്റ്റ് ആണെന്നുള്ളത്. ഇനി ഇവിടെ വന്നതിന് ശേഷം S6 പോവാനാണ്, അതായത് ലെഫ്റ്റിലേക്ക് പോവാനാണ് റോബോട്ട് ശ്രമിച്ചത്. അപ്പോ എന്ത് പോയിന്റ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്? ഇവിടെ ഒരു വാളല്ലേ, ഇതിൽ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോ -1 പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. -1 പോയിന്റ് കിട്ടിയാൽ ഈ റോബോട്ട് എന്ത് മനസ്സിലാക്കും? പോകുന്ന വഴി കറക്റ്റ് അല്ല, അതൊരു പെനാൽറ്റി ആണല്ലേ. അപ്പോ അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ തിരിച്ച് ഒരു സ്റ്റെപ്പ് എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയിട്ട് അടുത്ത വഴി ട്രൈ ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് റോബോട്ടിന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യും? തിരിച്ച് ഇവിടെ വന്നിട്ട് വേറെ ഡയറക്ഷൻ ട്രൈ ചെയ്യും. ഇനി S1 മൂവ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും +1 പോയിന്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മൂവ് ചെയ്യാനുള്ളത് ഇങ്ങോട്ടേക്ക് മാത്രമാണ്. ഓരോ പ്രാവശ്യവും മൂവ് ചെയ്യുമ്പോഴും +1 പോയിന്റ് കിട്ടും. ഓക്കെ, ഈ ഒരു വഴി മാത്രമല്ല, ഇതിലേ വന്ന് ഇവിടെ എത്താനും പറ്റും അല്ലെ. ഏറ്റവും പല വഴിയിൽ നമുക്ക് അവിടെ എത്താം. ഏറ്റവും മിനിമൽ പാത്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത്, ഇത് കാണിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാല് റിവാർഡും പെനാൽറ്റിയും യൂസ് ചെയ്ത് ഒരു മോഡലിനെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കും എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ആ ഒരു S4 റോബോട്ട് S4 ഡയമണ്ട് എടുക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു വർക്കിംഗ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ റോബോട്ടിക്സ്, അതേപോലെ കൺട്രോൾ, ഗെയിം പ്ലേയിങ്, കെമിസ്ട്രി, ബിസിനസ്, മാനുഫാക്ചറിങ്, ഫിനാൻസ് സെക്ടർ, ഇവിടെ എല്ലാം റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, മെഷീൻ ലേണിംഗിന്റെ ടൈപ്സ് നമ്മൾ പഠിച്ചതാണ്. അത് 3 കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ ലേബിൾഡ് ഡേറ്റ യൂസ് ചെയ്താണ് മെഷീനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിലാണെങ്കിൽ അൺലേബിൾഡ് ഡേറ്റ ആണ് നമ്മൾ ട്രെയിനിങ്ങിനായിട്ട് യൂസ് ചെയ്തത്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ നമ്മളിപ്പോൾ കണ്ടു, ഏജന്റ് ഇന്ററാക്ട് വിത്ത് ദ എൻവയോൺമെന്റ് ബൈ പെർഫോമിംഗ് ആക്ഷൻസ്, ലേണിംഗ് ഫ്രം എറേഴ്സ് ഓർ റിവാർഡ്സ്. എറേഴ്സിൽ നിന്നും റിവാർഡിൽ നിന്നുമാണ് എന്ത് പഠിച്ചത്? ഏജന്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം എന്ന് ലേൺ ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഡേറ്റനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അപ്പൊ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ലേബിൾഡ് ഡേറ്റയും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ അൺലേബിൾഡ് ഡേറ്റയും, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ നമ്മൾ ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണ്? റിഗ്രഷനും ക്ലാസിഫിക്കേഷനും ആണ്. അതേപോലെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അതിൽ നമ്മൾ പഠിച്ചപ്പോൾ കണ്ടതാണ്, അസോസിയേഷനും ക്ലസ്റ്ററിങ്ങും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ്. ഇവിടെ എന്ന് പറയുന്നത് റിവാർഡ് ബേസ്ഡ് അൽഗോരിതം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡേറ്റയുടെ ടൈപ്പ് ഓൾറെഡി പറഞ്ഞു, ലേബിൾഡ് ഡേറ്റ ആയിരിക്കും സൂപ്പർവൈസ്ഡ് ലേണിംഗിലുള്ളത്. അൺലേബിൾഡ് ഡേറ്റയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിലുള്ളത്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ എന്ന് പറയുന്നത് ഇവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റ ഇല്ല. ഈ പറയുന്ന മൂവ്മെന്റിലൂടെ ഫീഡ്ബാക്ക് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഡേറ്റ ട്രെയിൻ ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രീവിയസ് ആയിട്ട് ഡേറ്റ, പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഡേറ്റനെ പറയുന്നില്ല. ഇനി ട്രെയിനിങ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സ്റ്റേണൽ സൂപ്പർവിഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ എക്സ്റ്റേണൽ സൂപ്പർവൈസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മാനുവൽ സപ്പോർട്ട് അല്ല. ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ലേബിൾഡ് ഡേറ്റയിൽ നിന്ന് ഒരു സൂപ്പർവിഷൻ നമ്മുടെ മോഡലിന് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുന്നു. അതിനെയാണ് ഒരു എക്സ്റ്റേണൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മാനുവൽ സപ്പോർട്ടോ ഒരു അൽഗോരിതോ ഒന്നുമല്ല. കൊടുക്കുന്ന ലേബിൾഡ് ഡേറ്റയിൽ നിന്ന് അത് മനസ്സിലാക്കി എടുക്കുന്നു, ഒരു കാര്യം അതിന് മനസ്സിലാവുന്നു. സോ അവിടെ നമുക്ക് ഒരു സൂപ്പർവിഷൻ പോലെ നമുക്ക് തോന്നും. അതിനെയാണ് എക്സ്റ്റേണൽ സൂപ്പർവിഷൻ ഉണ്ട് എന്നുള്ളത് പറയുന്നത്. നെക്സ്റ്റ്
അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ അൺലേബിൾഡ് ഡേറ്റയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നോളജ് ഇല്ല. സോ അതിന് നോ സൂപ്പർവിഷൻ എന്ന് പറയാം. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിലാണെങ്കിൽ അവിടെയും നോ സൂപ്പർവിഷൻ. ഇനി ഇവിടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാപ്സ് ദ ലേബിൾഡ് ഇൻപുട്ട് ടു ദി നോൺ ഔട്ട്പുട്ട്. അറിയാവുന്ന ഔട്ട്പുട്ടിലേക്ക് മാപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നടക്കുന്നത്. ഇവിടെയോ അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് ഡിസ്കവേഴ്സ് ദ ഔട്ട്പുട്ട്. ഇവിടെ അൺലേബിൾഡ് ഡേറ്റ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന ഡേറ്റനെ അതിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഏത് ക്ലാസ്സിലേക്കാന്നുള്ളത് നമ്മൾ ഔട്ട്പുട്ടിൽ കണ്ടുപിടിക്കുന്നു. അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആപ്പില്. നെക്സ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതായത് ഫോളോസ് ദ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഏത് മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കമ്പാരിസൺ. ഇതിനൊരു ഫിഗർ നോക്കുവാണെങ്കിൽ മെഷീൻ ലേണിംഗിൽ ഇവിടെ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ഒരാൾ പഠിപ്പിക്കുന്ന രീതിയിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഒരാൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഓർക്കാമുള്ളൂ. കാരണം എന്താണ്? ലേബിൾഡ് ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സൂപ്പർവിഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണെങ്കിൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് ഇതേപോലെ ഡിഫറെന്റ് കളറിൽ ഒക്കെ റെപ്രസെന്റ് ചെയ്യും. അതാണ് സെക്കൻഡ് വൺ. ഇനി തേർഡ് വൺ എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. നമ്മളിപ്പോൾ കണ്ടതാണ് ഫീഡ്ബാക്ക് മെക്കാനിസം യൂസ് ചെയ്തിട്ട് ഉള്ള പ്രോസസ്സ്. അതായത് റിവാർഡും പെനാൽറ്റിയും യൂസ് ചെയ്തുകൊണ്ട് മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പുതിയ ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.